നിൽക്കുന്നത് വി എസിൻ്റെ ഈ കാണുന്ന വേലിക്കകത്ത് വീട്ടിന് മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം 10 മണിയോട് കൂടിയാണ്, ആദ്യം 9 മണിയോട് കൂടി വീട്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും AKG സെൻറ്ററിലെ ജനസാഗരം കാരണം 10 മണിയോട് കൂടി എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴും ആ നീണ്ട നിരയാണുള്ളത്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ മുൻവശത്ത് വരെ ഇപ്പോഴും നീണ്ട നിരയാണുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് വി എസിൻ്റെ പൈലറ്റ് പോലീസ് ഓഫീസറായിരുന്ന കുമാർ എന്ന് പറയുന്ന ചേട്ടനാണ്. ചേട്ടാ, വി എസിൻ്റെ കാലഘട്ടത്തിൽ അത്രയും വി എസിനെ സുരക്ഷിതമായി എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചിരുന്നത് ചേട്ടനാണ്. ആ ഒരു കാലഘട്ടം എങ്ങനെയാണെന്ന് ഓർക്കുന്നത്? വി എസിനോട് ജോലി ചെയ്യുന്നതിന് പോലീസ് എന്നുള്ള നിലയിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. വി എസിന് മിക്കവാറും സമയത്ത് കൊല്ലത്തൊക്കെ 1 മണിക്കൂർ സമയം കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യമാണെന്നുള്ള സന്ദർഭം. അല്ലാത്തപ്പോൾ നോർമലായിട്ടുള്ള വണ്ടികൾ ഞാൻ മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള പൈലറ്റ് ടീമാണ്, ഒരു ഡ്രൈവറും ഓഫീസറും PC ഒക്കെ കൊണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആലപ്പുഴ ഓണത്തിനൊക്കെ പോകുമ്പോൾ വി എസിൻ്റെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഭക്ഷണമൊക്കെ തരുന്നത്. ഭയങ്കര ഓണാഘോഷ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾക്ക് നല്ല ബന്ധം ആ സമയത്താണ് ഉണ്ടാകുന്നത്. ഈ ഓണ സമയത്ത് എല്ലാ ഓണത്തിനും ആലപ്പുഴ നമ്മൾ വേലിക്കകത്ത് വീട്ടിൽ പോയിട്ട് അവിടെ ഓണാഘോഷത്തിൽ നമ്മുടെ അങ്ങനെ വേർതിരിവൊന്നുമില്ല ആരെയും. നമ്മളെ എല്ലാ വീട്ടിനകത്ത് വിളിച്ച് ഭക്ഷണം തരികയും എല്ലാ കാര്യങ്ങളും, അത് വീട്ടുകാർ മൊത്തം അങ്ങനെയാണ്. പിന്നെ പകരം വയ്ക്കാൻ വേറെ ഇല്ലാത്ത ഒരാളാണ് വി എസിൻ്റെ ജോലി. അതെല്ലാം ഒരു സുവർണ്ണ കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വി എസിൻ്റെ പൈലറ്റ് ഡ്രൈവർ കൂടിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. പോലീസ് ഓഫീസറല്ല, പോലീസ് ഓഫീസറായിരുന്നു. അപ്പോൾ വി എസിനെ കൊണ്ട് ഈ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏറ്റവും, അതായത് റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ വി എസിനെ എത്തിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം വി എസിന് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. എവിടെ എത്തണമെങ്കിലും ജനങ്ങൾ പ്രതിസന്ധി നേരിടുന്ന ഏത് സ്ഥലങ്ങളിലും നേരിട്ടെത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു വി എസ്. അപ്പോൾ അത്രയും റിസ്ക് എടുത്തുകൊണ്ട് നിങ്ങൾ എത്തിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? റിസ്ക് എടുത്ത് അങ്ങനെ സ്ഥലങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല. എന്നാലും കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്, പെട്ടെന്ന് എത്തേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇവിടെ എറണാകുളത്തുനിന്ന് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും എന്ന് ചോദിച്ചപ്പം ഫ്ലൈറ്റിൽ കയറി കുറേ സമയമെടുക്കും ഇനി ഫ്ലൈറ്റ് വരാൻ. അതുകൊണ്ട് എറണാകുളത്തുനിന്ന് ഞങ്ങൾ കാറിൽ എത്രയും പെട്ടെന്ന് വി എസിൻ്റെ അടുത്ത് ഒരു സമയം പറഞ്ഞു. അത് വി എസിൻ്റെ ഡ്രൈവർ ആണ് പറഞ്ഞത്, സമയത്തിന് നമ്മളവിടെ എത്തുന്നു. പക്ഷേ അതിന് 5 മിനിറ്റ് മുമ്പ് നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നതാണ് വി എസ്. 5 മിനിറ്റ് മുമ്പേ നമ്മൾ മസ്കറ്റ് ഹോട്ടലിൻ്റെ അവിടെ എത്തി. അതാണ് നമ്മുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതൊരു അത്യാവശ്യമല്ല. വി എസ് അത്രയും 2 മണിക്കൂർ എറണാകുളത്ത് വെയിറ്റ് ചെയ്യണം. അങ്ങനെ കാട്ടി പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊണ്ടുവന്നത്. ഏറ്റവും ഒടുവിലായി വി എസിനോട് സംസാരിച്ചത് എപ്പോഴായിരുന്നു? ഞാൻ വി എസിൻ്റെ കവടിയാർ ഹൗസിൽ വെച്ച് ഞാൻ പെൻഷൻ പറ്റുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സെൻഡ് ഓഫ് പാർട്ടി വി എസിൻ്റെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വി എസിനോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുകയും സംസാരിക്കുകയും ചെയ്തത്. ഏറ്റവും ഒടുവിലായി വി എസിൻ്റെ മൃതശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുന്നു, വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ വീട്ടിൻ്റെ വാതിലിന്, നമ്മൾ ഈ കാണുന്ന പോലെ വി എസിൻ്റെ വീടിൻ്റെ വാതിലിന് പോലും കാവലിൽ നിൽക്കുന്ന ചേട്ടനാണ്. എന്തുകൊണ്ടാണ്? അത് വി എസുമായിട്ട് ജോലി ചെയ്താലേ നല്ലവണ്ണം ജോലി ചെയ്താൽ നമുക്കറിയാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് പെട്ടതാണ്. എന്നോടൊന്നും പോകാൻ തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുക. പോകാൻ തോന്നുന്നില്ല. അത് കുറേ സമയമായി ഞാൻ വന്നിട്ട് 5 മണിക്ക് പോകുന്നതാണ്. ഇതൊരു പോയില്ല. എന്നിട്ട് വി എസിൻ്റെ ബോഡി ഇവിടെ കൊണ്ടുവരും, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക. രതീഷ്, അത് തന്നെയാണ്. കാരണം വി എസിൻ്റെ 100ാമത്തെ പിറന്നാളിനും 101ാമത്തെ പിറന്നാളിനും ഒക്കെ നമ്മൾ ഈ വീട്ടിൻ്റെ മുന്നിലെത്തിയതാണ്. അന്ന് വി എസിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, പിന്നെ വി എസിൻ്റെ കർമ്മമണ്ഡലമായ പാലക്കാട് നിന്ന് പോലും ഇങ്ങോട്ടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവനുള്ള കാലം വരെ തങ്ങൾക്ക് വി എസിനെ മറക്കാൻ സാധിക്കില്ല. കാരണം തങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അല്ലെങ്കിൽ കാണുന്ന നിമിഷങ്ങളൊന്നും തന്നെ വി എസുമായി അവർ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളും അവരുടെ ജീവിതാവസാനം വരെ എന്നും അവർ ഓർത്തിരിക്കും. കാരണം അത്രയും വിലപ്പെട്ടതായിരുന്നു ഓരോ ജനങ്ങൾക്കും വി എസ് എന്ന് പറയുന്ന ആ ഒരു 2 അക്ഷരം അല്ലെങ്കിൽ ആ ഒരു വികാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. എന്തായാലും രാത്രി 9 മണിയോട് കൂടിയാണ് വി എസിൻ്റെ ബാർട്ടൺ ഹിൽ റോഡിലുള്ള വേലിക്കകത്ത് വീട്ടിലേക്ക് മൃതശരീരം എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും എത്തിക്കാൻ സാധിച്ചില്ല. അത് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അത്രയും ജനസാഗരമാണ് വി എസിനെ കാണാൻ വേണ്ടി AKG സെൻറ്ററിന് മുന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രി പോലെ 10 മണി